അപ്പോൾ ഇദ്ദേഹത്തെ സീരിയൽ കില്ലേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കാറുണ്ട്, സിനിമകൾ ഉണ്ടാകാറുണ്ട്. അതുപോലൊരു ഇതുമായി ബന്ധപ്പെട്ട സീരിയൽ ക്രൈമാണ് ഇദ്ദേഹം കമ്മിറ്റ് ചെയ്യുന്നതായിട്ട് ഇപ്പം വന്നിടത്തോളം വിവരങ്ങൾ വെച്ച് വെളിപ്പെടുന്നത്. കോൺഗ്രസ് അലോട്ട് ചെയ്ത കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചയാളാണ്. പരസ്യമായി നടപടിയെടുത്തു എന്നെല്ലാം പറയുമ്പോഴും അദ്ദേഹത്തിന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സ്വാധീനവും മറ്റു കാര്യങ്ങളും മാധ്യമപ്രവർത്തകർക്ക് തന്നെ അറിയാവുന്നതാണ്. ഇതിനകത്തുള്ളൊരു വിഷയം പലതരത്തിലുള്ള ആരോപണങ്ങളും സ്വഭാവ വൈകല്യങ്ങളും അത് സംബന്ധിച്ചുള്ള പരാതികളുമൊക്കെ ഉണ്ടാകാറുണ്ട്. അതെല്ലാം ശക്തമായിട്ട് നടപടിക്ക് വിധേയമാക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ഇപ്പം നിങ്ങൾ ഈ ചോദിച്ച വ്യക്തിയുടെ കാര്യമെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് വെളിപ്പെടുന്ന കാര്യം എന്താണ്? ഇദ്ദേഹം ഒരു ഇത്തരം കാര്യങ്ങളിൽ ഒരു രോഗം തന്നെ പിടിപെട്ടിട്ടുള്ള ആളാണോ? എല്ലാത്തിനകത്തും ഒരു പാറ്റേൺ. ഞാനിപ്പോൾ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. എത്രയോ പേരെ ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അവിടെ എല്ലാം അദ്ദേഹത്തിൻ്റെ ഈ മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ, അദ്ദേഹം ഇത് കൈകാര്യം ചെയ്യുന്ന, ഇതിൽ ഇടപെടുന്ന ഈ ഇരകളോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അത് വളരെ അസാധാരണവും ഒരു വികൃത രൂപമുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തെ സീരിയൽ കില്ലേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കാറുണ്ട്, സിനിമകൾ ഉണ്ടാകാറുണ്ട്. അതുപോലൊരു ഇതുമായി ബന്ധപ്പെട്ട സീരിയൽ ക്രൈമാണ് ഇദ്ദേഹം കമ്മിറ്റ് ചെയ്യുന്നതായിട്ട് ഇപ്പം വന്നിടത്തോളം വിവരങ്ങൾ വെച്ച് വെളിപ്പെടുന്നത്. അപ്പോൾ അതിൽ ഇപ്പം വന്നിട്ടുള്ള വിവരം ഇതിലെ ഇപ്പോഴത്തെ ഇര അതിജീവത പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് തൻ്റെ അനുഭവങ്ങൾ എല്ലാം വെളിപ്പെടുത്തിയത്. അപ്പോൾ അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ളവർ പൊതുജീവിതത്തിൽ തുറന്നു നിൽക്കുന്നത് എത്രമാത്രം ശരിയാണ്? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ദുഷിപ്പുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അഴിമതിയുണ്ട്, സ്വജനപക്ഷപാതമുണ്ട്, പലതരത്തിലുള്ള മറ്റു കുറ്റകൃത്യങ്ങളുണ്ട്. ഉത്തരേന്ത്യയിലാണെങ്കിൽ പിന്നെ മസിൽ പവറും മണി പവറും രാഷ്ട്രീയത്തിൽ വളരെയധികം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കേരളത്തിൽ അതുപോലെയില്ല. കേരള നിയമസഭാ സ്പീക്കർ പറഞ്ഞത് നിയമസഭയുടെ അന്തസ്സ് കാത്തുസൂക്ഷിക്കാൻ ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്ത് വേണം, അത് എത്തിക്സ് കമ്മിറ്റി പരിശോധിക്കാൻ പോവുകയാണ്. എത്തിക്സ് കമ്മിറ്റി അത് പരിശോധിക്കണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്തിക്സ് ഉണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ ഗൗരവമായിട്ട് കാണണം. ഈ കൂട്ടത്തിൽ ഞാനൊരു കാര്യം വ്യക്തമാക്കുകയാണ്. ഈ സുപ്രീം കോടതി വിധികളുടെ എല്ലാ അടിസ്ഥാനത്തിൽ പ്രവൃത്തിയിടങ്ങളിൽ സ്ത്രീകൾക്ക് സധൈര്യം പോകാനും പ്രവർത്തിക്കാനുമുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ സ്ഥാപനങ്ങളും ഇൻറ്റേർണൽ കമ്മിറ്റികൾ, അത് ചിലർ ICC ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി എന്ന് പറയാറുണ്ട്. പക്ഷേ സാങ്കേതികമായി IC ഇൻറ്റേർണൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മതി. അപ്പം ഒരു കേസിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇതിൻ്റെ പരിധിയിൽ വരുന്നില്ല, അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇൻറ്റേർണൽ കമ്മിറ്റികൾ ഉണ്ടാക്കേണ്ടതില്ല എന്നൊരു കോടതി നിരീക്ഷണം, കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണമാണെന്ന് തോന്നുന്നു, ഒരിക്കലുണ്ടായി. പക്ഷേ ആ നിരീക്ഷണം മാറ്റിവെച്ചുകൊണ്ട് CPIM-ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയും, CPIM ഇന്ത്യയിലെ ഒരുപക്ഷെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരിക്കും. കേന്ദ്രതലത്തിലും സംസ്ഥാന തലത്തിലും ഇൻറ്റേർണൽ കമ്മിറ്റികളുണ്ട് പാർട്ടിക്ക്. ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പരാതി വന്നാൽ ആ ഇൻറ്റേർണൽ കമ്മിറ്റികൾ തീരുമാനമെടുക്കും. ഇൻറ്റേർണൽ കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ അന്തിമമായിരിക്കും. പാർട്ടി കേന്ദ്ര കമ്മിറ്റിയോ പോളിറ്റ് ബ്യൂറോയോ അതിനകത്ത് മാറ്റം വരുത്തില്ല. അങ്ങനൊരു സമ്പ്രദായം CPIM-ൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി മെമ്പർമാർക്ക് ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ നിയമത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്താൻ വേണ്ടി കഴിഞ്ഞ തവണ ചേർന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഒരു 3 മണിക്കൂർ നേരം ഒരു നിയമവിദഗ്ധ വന്ന് ഇന്റേണൽ കമ്മിറ്റി പ്രവർത്തിക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ എന്ത് എന്നുള്ളത് വിശദീകരിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.